ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ആപ്പിളിൻ്റെ ലൈറ്റ്നിങ് ടു 3.5mm ഹെഡ്ഫോൺ ജാക്കാണ്. നിങ്ങൾക്കറിയാം ആപ്പിളിൻ്റെ ഡിവൈസുകളിൽ നമുക്ക് ഐഫോൺ ആയിക്കോട്ടെ ഐപാഡ് ആയിക്കോട്ടെ അതിൽ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് കിട്ടത്തില്ല. നോർമൽ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള പോർട്ട് മാത്രമാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഹെഡ്ഫോൺ അതായത് നമ്മൾ സാധാരണ ആൻഡ്രോയിഡിൽ കുത്തുന്ന പോലത്തെ ഹെഡ്ഫോൺ ഡയറക്റ്റ്ലി കുത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഇതുപോലുള്ള ഹെഡ്ഫോൺ ജാക്ക് അഡാപ്റ്റർ നമുക്ക് മേടിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ബ്ലൂടൂത്ത് വഴിയുള്ള ഏതെങ്കിലും ഇയർബഡോ അല്ലെങ്കിൽ എയർപോഡ്സോ ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഇത് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ആപ്പിളിൻ്റെ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ്ലി മേടിക്കാം, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനി അതും അല്ലെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. എല്ലായിടത്തും ഏകദേശം സെയിം പ്രൈസ് തന്നെയാണ്. 900 രൂപീസ്, 900 രൂപയാണ് ഇതിന് വില. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. ബോക്സിൻ്റെ അകത്തൊന്നുമില്ല, ജസ്റ്റ് ഒരു കുഞ്ഞൊരു പെട്ടി മാത്രമേ ഉള്ളൂ. കാരണം ആകെപ്പാടെ നമുക്ക് ഇതിപ്പം സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത് കാണത്തില്ല, ഒരൊറ്റ ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. ബോക്സിൻ്റെ പുറത്താണ് സാധാരണ നമുക്ക് ആപ്പിളിൻ്റെ ഐഫോൺ ആയിക്കോട്ടെ നമ്മുടെ എയർപോഡ്സ് അങ്ങനെയുള്ള എല്ലാം വരുന്ന പോലെ തന്നെ ചെറിയൊരു വൈറ്റ് ബോക്സ് തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് അഡീഷണൽ സംഭവങ്ങളൊന്നുമില്ല. അതിൽ ആപ്പിളിൻ്റെ ലോഗോയും ലൈറ്റ്നിങ് ടു ഹെഡ്ഫോൺ ജാക്ക് അഡാപ്റ്റർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അവിടെയും പ്രോഡക്റ്റിൻ്റെ പേര് അങ്ങനെയുള്ള കാര്യങ്ങളും ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ, മെയ്ഡ് ഇൻ വിയറ്റ്നാം. ഇതിപ്പം വിയറ്റ്നാമാണ്. ഇവിടെ ഇപ്പം നമ്മളിപ്പം മാക്സിമം റീറ്റെയിൽ പ്രൈസ് 900 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിൻ്റെ പേരാണ് പല ലാംഗ്വേജിൽ കൊടുത്തിരിക്കുകയാണ്. ഈ സൈഡിലൊന്നുമില്ല. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് സാധാരണ ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് വരുന്ന പോലെ പീൽ ചെയ്ത് തുറക്കാവുന്ന രീതിയിലുള്ള ഇതാണ് നമ്മുടെ അഡാപ്റ്റർ. ബോക്സിൻ്റെ അകത്ത് മറ്റ് സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഡിവൈസ്. ഇപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ, തീരെ ചെറുതാണ്. അതായത് ഇപ്പം ഇവിടുത്തെ ഇടയ്ക്കത്തെ കേബിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തീരെ നൈസാണ്. അത് കട്ടി ഒട്ടുമില്ല. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിഞ്ഞു പോകുന്ന രീതിയിൽ തോന്നും. പക്ഷേ കുഴപ്പമൊന്നുമില്ല. ആപ്പിളിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെ ആയതുകൊണ്ട് ക്വാളിറ്റി എന്തായാലും കാണും. അപ്പോൾ ഇതിപ്പം പ്രത്യേകിച്ച് അഡാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇപ്പം ഇത് നമ്മളെ ഐഫോണിൻ്റെ ലൈറ്റിംഗ് പോർട്ടിൽ ഇത് കുത്താം. നമ്മൾ ചാർജ് ചെയ്യുന്ന സെയിം പോർട്ടിൽ തന്നെ. ഈ സൈഡിൽ നമുക്ക് സാധാരണ നമ്മുടെ ഏത് ഹെഡ്സെറ്റാണോ 3.5mm ഏത് ഹെഡ്സെറ്റ് വേണ്ടി യൂസ് ചെയ്യാം. ഒരു കാര്യം നിങ്ങൾ നോക്കേണ്ടത്, ഈ സംഭവം ആകപ്പാടെ ഇത്രേ ഉള്ളൂ, 900 രൂപയാണ് വില. അപ്പം നമുക്കിപ്പം ഓൺലൈനിൽ ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് കമ്പനികളുടെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ മറ്റ് കമ്പനികളുടെ സെയിം അഡാപ്റ്റർ കിട്ടും. 200 സംതിങ്, ചിലത് 300, 400 ആ ഒരു പ്രൈസ് റേഞ്ചിൽ പല അഡാപ്റ്റർ കിട്ടും. അപ്പം നിങ്ങൾ നോക്കുക നിങ്ങളുടെ പർപ്പസിനനുസരിച്ച്. ഇതിൽ ശരിക്കും TRSും TRRS സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹെഡ്സെറ്റ് കുത്തി പാട്ട് കേൾക്കാം. അതോടൊപ്പം തന്നെ ഇപ്പം സെപ്പറേറ്റ് എക്സ്റ്റേണൽ മൈക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓഡിയോ റെക്കോർഡിംഗ് പർപ്പസ് ഉണ്ടെങ്കിൽ ആ മൈക്ക് കുത്തി നിങ്ങളുടെ വോയിസ് റെക്കോർഡ് ചെയ്യാനും പറ്റും. പക്ഷേ ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലുള്ള ചില അഡാപ്റ്ററുകളിൽ ആ ഒരു മൈക്കിന് സപ്പോർട്ട് കിട്ടത്തില്ല. ഹെഡ്സെറ്റ് കുത്തി നിങ്ങൾക്ക് പാട്ട് കേൾക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അതായത് സെപ്പറേറ്റ് മൈക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വോയിസ് റെക്കോർഡിങ് നടക്കത്തില്ല. ഹെഡ്സെറ്റിൻ്റെ മൈക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാം. അതല്ലാതെ സെപ്പറേറ്റ് മൈക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ മൈക്ക് കുത്താൻ പറ്റിയെന്ന് വരത്തില്ല. ഒറിജിനൽ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെഡ്സെറ്റും കുത്താം, എന്നാൽ സെപ്പറേറ്റ് ഉള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മൈക്രോഫോണും കുത്തി നിങ്ങൾക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതേപ്പറ്റി പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. അതായത് ഒരു അഡാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ഫംഗ്ഷനാലിറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഹെഡ്സെറ്റ് അല്ലെങ്കിൽ മൈക്രോഫോൺ കുത്താം, പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓഡിയോ കോൾ അല്ലെങ്കിൽ അങ്ങനത്തെ കോളിംഗ് പർപ്പസിന് യൂസ് ചെയ്യാം. ഇനി അതല്ല വോയിസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് മൈക്രോഫോണും കുത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം മാത്രം നോക്കി വെച്ചാൽ നിങ്ങളുടെ പർപ്പസ് വോയിസ് റെക്കോർഡിങ്ങും ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒറിജിനൽ തന്നെ മേടിക്കുക, ആപ്പിൾ പ്രോഡക്റ്റ് തന്നെ മേടിക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് കോളിംഗ് പർപ്പസ് അല്ലെങ്കിൽ ഹെഡ്സെറ്റ് മാത്രം കുത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ ഒറിജിനൽ മേടിക്കണം നിർബന്ധമില്ല. നല്ല ക്വാളിറ്റിയുള്ള 400-500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് കമ്പനികളുടെ സെയിം പ്രോഡക്റ്റ് കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 900 റുപ്പീസാണ്. ഡയറക്റ്റ്ലി ആപ്പിളിൻ്റെ സൈറ്റിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാലും 900 തന്നെയാണ് കാണിക്കുന്നത്. ഇനി അതല്ല ആമസോണിൽ പോയി കഴിഞ്ഞാലും അവിടെയും സെയിം റേറ്റ് തന്നെയാണ്. ഫ്ലിപ്കാർട്ടിലും ചിലപ്പം വല്ല 1-2 രൂപയുടെയൊക്കെ ചിലപ്പം വ്യത്യാസം വന്നെങ്കിലും ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പിൻകോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഏരിയയിൽ ഡെലിവറി ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഡെലിവറി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പിളിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല, ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇനി അതല്ല ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം അവിടെയും ജെന്യുവൻ പ്രോഡക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നോക്കുക ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണോ എന്നുള്ളത്. കാരണം എല്ലാം ഒരേ രീതിയിൽ തന്നെ ഇരിക്കുന്നത് നമുക്ക് ഫോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ നിങ്ങൾ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിക്കുന്നതെങ്കിൽ ആപ്പിൾ പ്രോഡക്റ്റ് ആണെന്ന് തന്നെ കൺഫേം ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം.